ഹലോ, ഇന്ന് നമ്മൾ സ്പെഷ്യൽ മുരിങ്ങിറച്ചി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് മുരിങ്ങിറച്ചി. ഇതൊരു 200 മുരിങ്ങിറച്ചി ഉണ്ട്. ഇതിവിടെ അധികം കിട്ടാറില്ല. ഇത് സീസൺ ആയതുകൊണ്ട് കിട്ടി. ഇത് ബ്രദർ കൊണ്ടുവന്നതാണ്. ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അവൻ കൊണ്ടുവന്നതാണ്. സോ ഇനി മുരിങ്ങിറച്ചി റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഞാനിത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറേ പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, 3 തക്കാളി. ഓക്കെ, ഇനി ഇത് പാൻ ചൂടായിട്ടുണ്ട്. പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇതേ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നായി വഴറ്റിയെടുക്കണം. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആ 3 തക്കാളിയില്ലേ അതരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. എന്നിട്ട് ദേ ഒന്നും കൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം വഴന്ന് വരണം. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. അങ്ങനെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവ് വേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർക്കാം, കാരണം ഇവിടെ അത് എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, കാരണം മുളക് പൊടി ഇവിടെ അധികം വേണ്ട എരിവ്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് വീണ്ടും ഞാൻ 2 സ്പൂൺ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. കാരണം ആ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റണം. ഓക്കെ, നന്നായി വഴറ്റി കൊടുക്കുക. അങ്ങനെ വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ നന്നായി പയ്യെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ മുരിങ്ങിറച്ചി ചേർക്കും. മുരിങ്ങിറച്ചി അപ്പോൾ വെള്ളമുണ്ട്. ഇത് കുറേ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇത് അങ്ങനെ ഇത് വെന്ത് വരുമ്പോഴത്തേനും വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരും. അപ്പോൾ ആരും നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത മുരിങ്ങിറച്ചിയാണ്. ഇത് അമ്മ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പണി ഉണ്ടായില്ല ഇവിടെ വന്നേ, പിന്നെ ജസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് എല്ലായിടത്തും ഇളക്കി കൊടുക്കണേ. ഇനി ഇതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുത്താൽ മതി. പാത്രം കുറച്ച് ചെറുതായി പോയി, എന്നാലും ഉണ്ടാക്കി തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ അതെ മുരിങ്ങിറച്ചി ഞാൻ ഇതിലായിട്ട് വെക്കുന്നുണ്ട്. നന്നായി വെന്ത് വന്നു കേട്ടോ. ഇച്ചിരി ടൈം എടുക്കും, കാരണം നന്നായി വെള്ളം ഇറങ്ങും. വെള്ളം മുഴുവനും വറ്റി വരണം, എന്നാലേ അത് വെന്ത് ആ വെള്ളത്തേക്ക് തന്നെ കിടന്ന് വേറെ വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിൽ കിടന്ന് തന്നെ വെന്തോളും. ഇപ്പോൾ നന്നായി വെള്ളം ഇറങ്ങി വന്നേ, വെള്ളം കുറേ വെള്ളം ഇറങ്ങി വരും ഇതിൽ നിന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ചുരുങ്ങും. ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ തൂവുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം വെന്ത് കഴിയും. ഇതേപോലെ എന്തോരം റോസ്റ്റ് ഇപ്പോൾ ഇച്ചിരി ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതേപോലെ എടുക്കണമെങ്കിൽ ഇതേപോലെ എടുക്കാം. കുറച്ചും കൂടി ഇതിപ്പോൾ റോസ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം വറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്, കാരണം ഇത്തിരി വെള്ളം ഇതിൻ്റെ ഉള്ളൂ. അപ്പോൾ മുരിങ്ങിറച്ചി റെഡി ആയിട്ടുണ്ട്.